കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒന്നും മാന്നേ വെറുതെ തമാശ കളിക്കാൻ നിൽക്കാതെ. എന്താ പറയണ എനിക്കറിയോ അല്ല ഇവള് ഇവിടെ ഉണ്ടെന്ന്. നിന്നെ വിളിച്ചിട്ട് വരാനാണ് പച്ചൻ പറഞ്ഞത്. അളിയനെ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ വിട്ടേക്കണേ. പുള്ളിയുടെ രൂപത്തിരി മാറിയിട്ടാണ് നിൽക്കണത്. എനിക്കിനിയൊന്നും പറയാനൊന്നുമില്ല. അവിടെ പിടിച്ചാ പിടി കൊടുക്കുക. ശങ്കരാടി പറഞ്ഞ മാതിരി വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല ഇവള് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനെന്താ പറയണേ? നീ എന്താണെങ്കിൽ നീ അതിന്റെ തക്കം പോലെ പറഞ്ഞിട്ട് എന്നെ ഇതൊന്ന് വിട്. വാ. അതെ ഷാഹിന, ഞാനൊന്ന് പോയിട്ട് വരാം. ഞാൻ എന്തേലും പറഞ്ഞ് പിടിച്ചു നിൽക്കാം. നീ അതുവരെ ഇവിടെ സമാധാനമായിട്ട് ഇരിക്കും കേട്ടാ. തങ്കേമ്മ, ഞാനും പുറത്തേക്ക് വരട്ടെ. എന്തിന്? എനിക്കൊന്ന് വാപ്പനെ കാണാറ്. കുഴപ്പമില്ല. വാപ്പനെ കാണുന്നോണ്ട് തിരക്കിടില്ല. അത് കഴിഞ്ഞിട്ട് വാപ്പാടെ കൂടെ അങ്ങോട്ട് പോയിക്കോ. പിന്നെ അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. എന്ത് വർത്താനം കുട്ടിയായി പറയണത്? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയോ? നീ ഇപ്പം അതിനൊന്നും നിൽക്കണ്ട. നീ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കും. ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടാ. വാങ്ങട് വർത്താനം പറഞ്ഞേക്കാതെ. ഷാഹിന, നീ പ്രാർത്ഥിക്കട്ടാ. അമ്പളി ചെല്ല്. പെട്ടില്ലേ? അകത്തേക്ക് ഇരുന്നൂടെ നിനക്ക്? ഞാൻ അവിടെ ഇരുന്നോളാം. മോൻ ചെല്ല്. ആ മജീദൊക്കെ പോന്ന്. മജീദൊക്കെ എപ്പോഴെങ്കിലും വരട്ടെ. ആദ്യം ഒന്നും എനിക്കറിയണം, നീ എപ്പ വന്നെന്ന്. എവിടാ? എന്റെ വീട്ടില് എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി. എന്തായി പറയണ? എന്താ മജീദൊക്കെ അത്? എനിക്ക് എന്റെ മോളെ ഇപ്പൊ കിട്ടണം. മോളാ? അതിന് മജീദക്കാക്ക് 2 ആമക്കളല്ലേ അല്ലേ? ആ, ഞാൻ പിന്നെ മോളെ എവിടെ നിന്ന് തരാനാണ്? മജീദേ, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് പോലും അറിയാൻ വയ്യാത്ത എവനാണോ നിങ്ങളുടെ മോളെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നത്? എന്റെ ചേട്ടാ, ഇതൊക്കെ എന്റെ നമ്പരാ. അമ്പിളി, നീ സ്വന്തം അച്ഛന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞോ? വിശ്വസിച്ചോളും. എന്നിട്ട് നീ എന്റെ മുഖത്ത് നോക്കി പറയടാ എന്റെ മോളെ അറിയില്ലെന്ന്. പറയടാ പറയടാ. അമ്പിളി, എന്താ വെച്ചാ? നീ സത്യം എന്താണ് ഞാൻ പറയണ്ടേ? അമ്പിളി, എന്തിനെങ്ങനെ വെറുതെ ചാവാൻ നിക്കണേ? വെറുതെ ആവശ്യമില്ലാണ്ട് വെറുതെ എങ്ങനെ മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ ഉണ്ടെങ്കിൽ സത്യം പറയേ. അമ്പളി പറയടാ, ഇല്ലെങ്കിൽ ഞാൻ പറയും. നീ എന്ത് കുന്ത്രാണ്ട? എനിക്കറിയാ പറയാൻ. എന്തറിയാ? നിനക്ക് ചുക്കറിയില്ല. നീ പറഞ്ഞേ പറയ്. നീ വെറുതെ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. സത്യം എന്താ വെച്ചപ്പോ ഇവിടെ പറയണം. അച്ഛനാ ചോദിക്കണേ. മജീദൊക്കെ പറഞ്ഞ നേരാണ് അച്ഛാ. ഷാഹിനാനെ എനിക്കറിയാം. അവള് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട് വെച്ചാ? ഈ നാട്ടിലോ? നമ്മുടെ വീട്ടില്. നമ്മുടെ വീട്ടിലോ? അയ്യോ, എന്തൊക്കെ ഞാൻ ഈ കേക്കണ? എന്റെ ദൈവമേ, ഞാൻ ഒരു അമ്മാവനായിട്ട് എന്നോട് നിനക്ക് പറയായിരുന്നില്ല. അപ്പൊ അമ്മാവൻ എന്തിനാ ഈ നാടകം കളിക്കണേ? അവിടെ ടാർപോളിൽ പൊഞ്ഞു കൊണ്ടുവന്നല്ലേ അമ്മാവൻ? ഒരു ഒറ്ററിനാട് തന്ന മറ്റേ കൈയും കാലൂടെ ഓടിയും. അപ്പൊ സത്യം പറഞ്ഞാ കുഴപ്പം. അച്ഛാ, ആ പെണ്ണ് തട്ടുംപുറത്തുണ്ട്. ഓ, ഇവിടെ എന്നെ വിളിച്ചോണ്ട് പോടാ. കിടന്നു ഉരുളാണ്ട് കൊണ്ടുപോണം അമ്പിളി. എന്നാലും പാപ്പാനെ നീ പറ്റിച്ചു കളഞ്ഞല്ലേടി? പറ്റിപ്പോയി പാപ്പ. പാപ്പനോട് ക്ഷമിക്കണം. വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇല്ല പാപ്പ, എനിക്കങ്ങനെ വരാൻ പറ്റില്ല.
എനിക്കിനി അമ്പിളിക്കയുടെ കൂടെ ജീവിച്ചാൽ മതി. നീ അപ്പൊ നിനക്ക് ബാപ്പനെ വേണ്ട അല്ലേ? ആയിക്കോട്ടെ, അയക്കോ വാപ്പ. പങ്കിയേ, ഈ തേങ്ങയൊക്കെ പറമ്പിൽ കിടന്ന് നാശാവണ നീ കാണുന്നില്ലേ? ദിവസത്തിൽ ഒരു നേരെങ്കിലും അയ്യോ, ഇതാരൊക്കെയാ? എല്ലാവരും ഉണ്ട്. ഇതേതാ ഈ മോള്? അമ്മേ, മജീദ് ഖാന്റെ മോളാണ്. ആ, ഇതാ കേബിൾ കണക്ഷന്റെ കാര്യത്തിന്. അമ്പിളി, നീ അത് ഇതുവരെ ശരിയാക്കി കൊടുത്തില്ലേ? ഇങ്ങനെ മനുഷ്യന്മാരെ നടത്തിക്കാൻ പാടുണ്ടോ? ഈ കണക്ഷൻ ഇനി കട്ട് ചെയ്യാൻ പാടാ, അതങ്ങ് മുറിയിൽ പോയി. മോക്ക് എന്താ പറ്റിയേ? മോള് അമ്മ ചോദിക്കട്ടെ. അല്ല അമ്മേ, എല്ലാരും കേറി ഇരിക്കട്ടാ. നീ വന്ന പോലെ വാ മോളെ. ഇരിക്ക് മോളെ. അമ്മ ദാവത്ത് കൊണ്ടുവച്ചിട്ട് തരാട്ടാ. ആ, ഇരുന്നില്ലേ? ഇരിക്കും മോളെ. വേണ്ട, ഞാൻ നിന്നോളാം. അത് പറ്റില്ല, ഇരിക്ക് കുട്ടിയെ, ഇരിക്കേ. മോൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ചായ, കാപ്പിയാ, എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. കൊട്ടിലെ പാട്ട് തറവാട്ടിൽ ആര് വന്നാലും സൽക്കരിക്കാണ്ട് വിടില്ല. എന്താ വേണ്ടേ പറഞ്ഞോ? എനിക്കൊന്നും വേണ്ടാഞ്ഞിട്ടാ. എന്നാ നാരങ്ങ വെള്ളം എടുക്കാം. വേണ്ട, എനിക്ക് കുറച്ച് വെള്ളം മതി. മതിയാ? ശരി. കുടിക്കും മോളെ. മോളുടെ പേരെന്താ? ഷാഹിന. ഷാഹിന, നല്ല പേരാട്ടാ. എനിക്ക് പെൺകുട്ടികളെ എന്ത് ഇഷ്ടമാണെന്നറിയോ? എനിക്ക് പെൺകുട്ടികളില്ല, 3 ആൺകുട്ടികളാ. അവന്മാരോടാണെങ്കിൽ പെണ്ണ് കെട്ടാൻ പറഞ്ഞ് ഞാൻ മടുത്ത്. എന്താ പേടിക്കണ്ട, വാപ്പ പുറത്തില്ലേ, നിന്നെ കൂട്ടാണ്ട് പോവൊന്നുമില്ല. മോളെന്താ ചെയ്യണേ? അത് പഠിക്കുക? അല്ല. ജോലിക്ക് പോകണ്ട? ഇല്ല. അമ്മേ, ആരാന്ന് മനസ്സിലായി അമ്മയ്ക്ക്? അത് ഷാഹിന, മജീദിന്റെ മോളാ. മജീദിന്റെ മോളാ. ഇത്രയും ദിവസം ഈ വീട്ടിലൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? ആ പെണ്ണത്. നീ പോടാ, മോളതൊന്നും കാര്യാക്കണ്ടാ. അമ്മേ, എന്താ? അമ്പിളി വിളിച്ചിറക്കി കൊണ്ടുവന്ന പെണ്ണത്. ഇത്രയും ദിവസം മച്ചന്റെ മുകളിലായിരുന്നു, ഇപ്പൊ ഉള്ള വാപ്പ വന്നപ്പോ ഇറങ്ങി വന്നതാ. അപ്പടി നീ വെറുതെ അനാവശ്യം പറയാണ്ട് പോയേ. അമ്മ, ഞാൻ കാര്യമായിട്ട് പറയണമ്മേ. മോളൊന്നും കാര്യാക്കണ്ട. അവനെ ആരോട് എന്തൊക്കെയാ പറയണ്ടേന്നൊന്നും ഒരു ബോധമില്ല ചില നേരത്ത്. അമ്മ, ഞാൻ പറയുന്നത് സത്യാണേ. അപ്പടി പോയ അവിടുന്ന്, ഞാൻ പറഞ്ഞില്ലേ നിന്നോട്. അമ്മേ, എന്താ മോളെ? അപ്പുണ്ണിയേട്ടനെ വഴക്ക് പറയണ്ട. അപ്പുണ്ണിയേട്ടൻ പറഞ്ഞത് ശരിയാ. ഞാൻ അമ്പിളിക്കയുടെ കൂടെ ഇറങ്ങി വന്നതാ. എന്താന്ന്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. എങ്ങനെയുണ്ട്? എണീക്കടി, കടക്കടി പുറത്ത്, ഇറങ്ങി പോവാൻ. ഷാഹിന, എന്താ അമ്മയെ കാണിക്കണത്? എന്താ അമ്മേ ഓരോ തോന്നിയാസം കാണിച്ചു വെച്ചിട്ട് വന്ന് നിൽക്കുന്നവൻ. ഈ തറവാടിന്റെ നില വില എന്താന്ന് നിനക്ക് അറിയോടാ? എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ കുന്തം വിഴിയ പോലെ നിന്നോട്ടാ. എന്താ കൊട്ടിലപ്പാട്ട കാര്യക്കാരന് ഒന്നും പറയാനില്ലേ? നാവിറങ്ങി പോയടാ നിന്റെ. നീ ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞു. കൊടുക്കണം അവന്റെ കാരണത്തിന് 2 എണ്ണം. കൊടുക്കേണ്ടതൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടവർ കൊടുത്തിട്ടുണ്ട് ചേച്ചി. ഇനി വയ്യ. ഒന്നാമത്തെ അടിച്ചോണ്ട് മാത്രം കാര്യമില്ലല്ലോ. അമ്മേ, 2 എണ്ണം അമ്മാവന് കൊടുക്കണം.
എന്താ ഈ ചെക്കൻ പറയണത്? പിന്നെ ആ പെണ്ണിനെ ടാർപോണിലെ കെട്ടി വലിഞ്ഞ് കൊണ്ടുവന്ന അമ്മാവനും കൂടിയാ ഞാൻ കണ്ടതാ. എന്ത് ഇവന് വല്ല പ്രാന്തുണ്ടോ? നീ എന്തൊക്കെ ഈ പറയണേ? ആ പശു കരണം, അതിന് പോയിട്ട് വെള്ളം കൊടുക്കും. ആ പശു കിടന്ന് കരയട്ടെ, എനിക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ നിനക്ക് പറയാനുള്ളത്? ആ ഇവിടെ ഇത്രയും കാലം ഒരു പെണ്ണില്ലെന്ന് പറഞ്ഞപ്പോ പെണ്ണ് വന്നില്ലേ, കണ്ടില്ലേ? ഈ വരുന്ന പെണ്ണുകളൊക്കെ ഞാൻ കൊണ്ടുവന്നാ? ആ ഒക്കെ അമ്മ പറയും, അമ്മ പറയാം. പറഞ്ഞോളൂ. അമ്പിളി അവളെ പറഞ്ഞേക്കാൻ നോക്ക്. സീതാലക്ഷ്മി, സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അതിന് നീ ഇവിടെ കിടന്ന് ചാടിയിട്ട് യാതൊരു കാര്യമില്ല. പ്രശ്നത്തിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കണ്ടെന്ന്. നിങ്ങളുടെ പുരോഗമനവാദമൊക്കെ കൈ വെച്ചാ മതി. അതൊക്കെ എന്റെ ശവദാഹം കഴിഞ്ഞിട്ട്. അമ്പിളി അവളെ വീട്ടിൽ പറഞ്ഞേക്കാൻ നോക്ക്. ഇപ്പോഴാണെങ്കിൽ അവളുടെ വാപ്പയുണ്ട് ഇവിടെ. അവളെ എങ്ങും പറഞ്ഞേക്കാൻ പോണില്ല. എന്നെ മാത്രം വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നവളാണ് അവള്. ഞാനിവിടെ ജീവിക്കണമെങ്കിൽ ഇവളും എൻ്റെ കൂടെ ഉണ്ടാവും. ഓഹോ, അങ്ങനെയാണെങ്കിലേ നീയും നിൽക്കണ്ട അവളും നിൽക്കണ്ട, രണ്ടും ഇറങ്ങിക്കോണം ഇവിടുന്ന്. അതെ, ഇത്രയും നേരം ഞാൻ മിണ്ടാകുന്നതേ ഇവിടെ പറയുന്നതെല്ലാം മോളൂടെ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. കേട്ടല്ലോ, ഇനിയും നിനക്ക് നിന്റെ അമ്പിളിക്കായുടെ ഒപ്പം ഇവിടെ ജീവിക്കണോ? പറ. വാ മോളെ, നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇല്ല വാപ്പ, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഞാൻ അമ്പിളിക്കയുടെ കൂടെ ജീവിച്ചോളാം. ഓ, അങ്ങനെയാണ് തീരുമാനം അല്ലേ? ഇത്രയൊക്കെ കേട്ടിട്ട് അതാണ് തീരുമാനം. ശരി, ജീവിച്ചോ. പക്ഷെ എന്നെങ്കിലും അമ്പിളിക്കാരുടെ കൂടെയുള്ള ജീവിതം മടുത്തെന്ന് തോന്നുമ്പോൾ വീട്ടിലോട്ട് വരണം. മോളുടെ മുമ്പിൽ വാപ്പ വാതിൽ കൊട്ടി അടയ്ക്കൂല കേട്ടാ. പോട്ടാ, പോവാല്ല സാറേ. മക്കളാണത്രേ മക്കള്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർത്തി വലുതാക്കിയപ്പോ നീയൊക്കെ തീരുമാനം എടുക്കാറായി അല്ലേ? ഇതാണ് നിന്റെയൊക്കെ തീരുമാനമെങ്കിലേ കൊട്ടിലപ്പാട്ട് സീതാലക്ഷ്മി ആരാന്ന് നീയൊക്കെ കാണാനിരിക്കുന്നേ ഉള്ളൂ. അതെ, ആ പുണ്ണിനെ എപ്പോഴും പൊട്ടനാക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ. സീതേ, എഴുന്നേക്ക്. കരഞ്ഞതൊക്കെ മതി. എഴുന്നേക്കടി. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. നീ വിഷമിച്ചിട്ടെന്താ കാര്യം? ഇടി, ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണയാണ്. നീ ഇനി വിഷമിക്കണ്ട. എനിക്കിനി ജീവിക്കണ്ട കേട്ടോ, ഞാൻ ജീവിക്കൂല. നീ പിന്നെ ജീവിക്കാൻ എന്തെടുക്കാൻ പോവാ? ഞാൻ മരിക്കും. എല്ലാവരുടെയും പേരെഴുതി വെച്ചിട്ട് ഞാൻ മരിക്കും. എല്ലാവരുടെയും വെച്ചാ? എല്ലാവരുടെയും. എന്റെയും? ആ, നിങ്ങളുടെയും. എന്റെ ബോഡി ആരും കാണിക്കരുതെന്നും കൂടി ഞാൻ ആ കത്തിൽ എഴുതി വെക്കും. എന്നെയും? ആ, നിങ്ങളെയും. സീതാലക്ഷ്മി, നീ ഈ കണ്ണീരൊക്കെ തുടച്ചിട്ട് അടുക്കളയിലേക്ക് അല്ലേ, എന്നിട്ടൊരു കട്ടൻ ചായ ഇട്ട് കുടിക്ക്. നിനക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവട്ടെ.
ഒരെണ്ണം എനിക്ക് കൊടുത്താ എനിക്കും മനസ്സിന് സമാധാനം ഉണ്ടാവട്ടെ. ആ കൊള്ളാലോ, ഇതിപ്പോ അമ്മയ്ക്ക് പ്രസവേദന, അപ്പൊ മൗൾക്ക് വീണവാനാന്ന് പറഞ്ഞ പോലെയാണല്ലോ നിങ്ങളുടെ വർത്താനം. ഞാൻ ഇനി അടുക്കള കയറി ഉദ്ദേശിക്കുന്നില്ല. നീ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ അവള് വന്ന് കയറും. ഏതവള്? നമ്മുടെ മരുമോള്. ഇതെന്റെ വാലിരിക്കുന്നൊന്നും കേൾക്കരുത്. അല്ലതല്ലല്ല, വന്നു കയറിയുടെ പേരെന്തുവാടി? ഷാഹിനെയോ ഷീഹിനെയോ? ഏതവളായാലും എന്റെ അനുവാദമില്ലാതെ എന്റെ അടുക്കള കയറിയ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ആടെ മുട്ടുകാല് കേറുന്നവളുടെ കരയാണ്ടിരിക്കടി. എന്താ കിടന്നില്ലേ? എന്താ കിടന്നിട്ട് ഉറക്കം വരണ്ടേ? എന്താ പങ്കാമ ആലോചിച്ചിട്ട് ഒരെത്തും പിടി കിട്ടണില്ല എനിക്ക്. അതേ, ഞാൻ എൻ്റെ ഈ കയ്യിൽ കൊണ്ടു നടന്ന ചെക്കനാണത്. അപ്പൊ ഞാനോ? എന്നാലും അവ ഇങ്ങനൊരു പണി ചെയ്യുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് തട്ടിൻ്റെ മുകളിൽ താമസിപ്പിക്കുക, എന്താ നമ്മുടെ വീട്ടിൽ നടക്കുന്നത്? ഇനിയിപ്പോൾ ആ വക കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. പങ്കാമ, നമ്മുടെ വീട്ടിൽ അവൻ ആരോ കൈ അയഞ്ഞ് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവന് ഇതിനുള്ള ധൈര്യം ഉണ്ടാവില്ല, അതിനുള്ള ആംബിയർ ഇല്ല അവന്. ശരിയാ, ആ പുണ്യ സഹായിച്ചിട്ടുണ്ടാവും. അപ്പുണ്യ? ഏയ്, അപ്പുണ്ണിക്കൊന്നും അതിനുള്ള ഗഡ്സ് ഇല്ല. പിന്നാരാ? ഞാൻ വിചാരിക്കണതേ അച്ഛനാവുന്നാണ്. അത് ശരിയാ അല്ലേ? അച്ഛൻ സഹായിച്ചിട്ടുണ്ടാവും. അല്ല പങ്കാമ, നിങ്ങൾ ഇന്നലെ അവൻ്റെ കൂടെ അവിടെ പുറത്ത് മറ്റേ കാക്കാരിഷ നാടകം കളിക്കണ പോലെയുള്ള അങ്ങനെ വെപ്പും പൊലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്താ സംഭവം? എന്ത് സംഭവം? അവൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നാലെ നടക്കുമ്പോ അതിന് മറുപടി പറയണമെന്നല്ലാണ്ട് എന്താ ഞാൻ അവനെ സഹായിക്കാൻ നടക്കാൻ നീ വിചാരിക്കണേ? അല്ല, അമ്മാവ് ഇപ്പൊ അവനെ സഹായിച്ചാലും ഞാൻ അതിൽ ഒരു തെറ്റും പറയില്ല. അതൊരു അമ്മാവൻ അനന്തരവന് ചെയ്തു കൊടുക്കേണ്ട സഹായം തന്നെയാണ് അല്ലേ? ആ, അപ്പോ അനന്തരവൻ ഗത്യന്തരമില്ലാതെ ഒരു പെൺകുട്ടിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് അമ്മാവൻ അവനെ സഹായിക്കുന്നുള്ളത് സ്വാഭാവികമായിട്ട് അവൻ വിചാരിക്കും. ഇല്ലേ? അതിപ്പോ അവനല്ല, വേറെ വേറെ ആരാണെങ്കിലും. എന്നെ ഉണ്ടായിട്ടുള്ളൂ. അല്ല, അങ്ങനെ ഓരോ ഇത് പ്രതീക്ഷിക്കുമല്ലോ ആൾക്കാര്. അപ്പൊ ചെയ്തു കൊടുത്തു, സഹായം ചെയ്തു കൊടുത്തു. അവന് ഓരോ ആവശ്യങ്ങൾ വന്ന് പറഞ്ഞപ്പോ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറയണ്ടേ? എന്താ അങ്ങനെ? അപ്പൊ അച്ഛനല്ല, അച്ഛനല്ല, നമ്മളാണ്. ആ, ഞാൻ ആരാവെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. നീ എന്നെ ചുഴുന്നെടുക്കണം. എന്താ? പങ്കാമ അവനെ സഹായിച്ചതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. അവന് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയല്ലേ കണ്ടുപിടിച്ചത്, അവരൊരുമിച്ച് പോയി ജീവിക്കട്ടെ നീ. പക്ഷെ ഞാൻ അവനൊരു വരട്ടും അവളി. എന്തിനാ? ഞാൻ അവൻ്റെ മൂത്ത ചേട്ടനാണ്. അവൻ കാണിക്കുന്ന ഈ തോന്നിയാസങ്ങൾക്ക് മുഴുവനും ഞാൻ അവൻ്റെ കൂടെ നിൽക്കാന്ന് അവന് തോന്നാൻ പാടില്ല. അവക്കും പിന്നെ അമ്മയുടെ മുമ്പിൽ എനിക്കൊന്ന് വേർന്ന് നിൽക്കണ്ടേ? വേണം, വേണ്ട തന്നെയാണ്. ആ, അപ്പൊ അതിന് എൻ്റെ കൂടെ നിൽക്കണം. പിന്നെന്താ അവൻ്റെ കൂടെ നിൽക്കാൻ? ഇനിയിപ്പോ നിന്റെ കൂടെ നിൽക്കാൻ എന്തെങ്കിലും കുഴപ്പം? അത് വേണ്ട തന്നെയാണത്. ആ, വാ. എന്നിട്ട് ഇപ്പൊ പോയി വരട്ടാനല്ല, അത് നാളെ എപ്പോഴേലും മതി. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ആ കുട്ടീനെ എങ്ങനെ ഓടുന്ന് ചാടിച്ചത്? ഉറക്കം വന്നിട്ട് വേണ്ട. എന്താ? മഴയൊക്കെ പെയ്തു തുടങ്ങി, എന്നാ പിന്നെ പോയി കിടന്നു. ഇന്ന കാര്യം വരുമ്പോൾ ഈ കാണിക്കണ ശുഷ്കാന്തികൾ ഉണ്ടായാൽ മതി.
അമ്പിളിക്ക 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 എന്താ ഷായന? ഒന്ന് എണീക്ക്. എന്തിനാ എന്നിട്ട്? എണീക്ക്. ഞാൻ ഇത്തിരി നേരം ഇവിടെ കിടക്കട്ടെ എന്ന്. 2 ദിവസമായി മനുഷ്യൻ തീരുന്ന ഓടയാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ചോദിച്ചോ. അതിന് ആദ്യം എണീക്ക്. എന്തൊരു കഷ്ടം. എന്താണ്? നമ്മളിനി എന്താ ചെയ്യാ? ഇത് ചോദിക്കാനാണ് നീ വിളിച്ചെഴുന്നേപ്പിച്ച? പറ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ട, നീ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കേ. ഇപ്പൊ ഇതെല്ലാവരും അറിഞ്ഞില്ലേ? എങ്ങനെ ഇവിടെ സമാധാനമായിട്ടിരിക്കുക? ഇന്നലെ തന്നെ കണ്ടില്ലേ, എല്ലാവരും മുഖം വീർപ്പിച്ച്, ആരും എന്നോട് സംസാരിക്കുന്ന പോലും ഇല്ല. എടി, നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്കൊക്കെ നമ്മളോട് ഉള്ളിൽ വിഷമം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും. നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളോട് സ്വീകരിക്കുകയൊന്നുമില്ല.